ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങളൊരു കാർ നോക്കുന്നുണ്ട്. അത് സെഡാൻ ആയിക്കോട്ടെ, ഹാച്ച് ബാക്ക് ആയിക്കോട്ടെ, കോമ്പാക്ട് SUV ആയിക്കോട്ടെ, മൈക്രോ SUV ആയിക്കോട്ടെ, 10 ലക്ഷമാണ് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്കിൽ വെന്യുവിന്റെ ഈ ബേസ് വേരിയന്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം ആ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന വൺ ഓഫ് ദ ഫീച്ചറിസ്റ്റിക് കാറും കാണാൻ ഏറ്റവും ലുക്കുള്ള ഒരു വാഹനവും നമ്മളുടെ വെന്യുവിന്റെ ഈ ബേസ് വേരിയന്റ് ആണ്. അപ്പോൾ ഈ ബേസ് വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ ലഭിക്കുന്ന മോസ്റ്റ് ഫീച്ചറിസ്റ്റിക് ബേസ് വേരിയന്റ് കാർ നമ്മളുടെ വെന്യുവിന്റെ ഈ ബേസ് വേരിയന്റ് ആണ്. അതുപോലെ തന്നെ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ മറ്റേത് വാഹനം നോക്കുന്നുണ്ടെങ്കിലും വെന്യുവിന്റെ ഈ ഒരു ബേസ് വേരിയന്റും കൂടി ഒന്ന് നോക്കുക. അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് വീഡിയോ കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും. ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലുക്ക് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം ബേസ് വേരിയന്റ് തൊട്ട് നിങ്ങൾ കാണുന്ന ബ്ലാക്ക് കളർ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ബേസ് വേരിയന്റ് തൊട്ട് ഒരു മിഡ് വേരിയന്റ് വരെ ഫ്രണ്ടിൽ നിന്നുള്ള ലുക്ക് എക്സാക്ട്ലി സിമിലർ ആണ്. അത്യാവശ്യം വേണ്ട ആക്സസറീസ് ഷോറൂമിൽ നിന്ന് ചെയ്താൽ ഈ ഒരു വാഹനവും നിങ്ങൾക്ക് ടോപ്പ് എൻഡിന്റെ ലുക്കിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഈ ബേസ് വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള DRL ഈ വേരിയന്റിലും ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. ആ ഫ്രണ്ട് ടോപ്പിലെ DRLനോട് ചേർന്ന് തന്നെയാണ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കും. താഴേക്ക് വന്ന പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ് ആണ്. ഹൈ ബീം ലോ ബീം അതിനകത്ത് തന്നെയാണ് വരുന്നത്. അതും ഹാലജൻ ആണ്. അതിന് ഉള്ളിലെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഫോഗ് ലാമ്പ് കാര്യങ്ങളൊന്നും തന്നെ വെന്യുവിന്റെ ഒരു വേരിയന്റിലും വരുന്നില്ല. ഈ ഒരു നമ്മുടെ സ്കിപ്പ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വരെ സിമിലർ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഗ്രില്ലാണെങ്കിലും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് ബേസ് വേരിയന്റിലും വരുന്നത്. ഈ ഒരു പോർഷൻ റിഫ്ലക്റ്റേഴ്സ് മാത്രമാണ്. അതൊരു HX5 വേരിയന്റ് വരെ സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ടോപ്പിൽ ഹ്യുണ്ടായുടെ ലോഗോ. ഫ്രണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരും പറയില്ല ഇത് ബേസ് വേരിയന്റ് ആണെന്ന്. പക്ക ഒരു മിഡ് വേരിയന്റിന്റെ ലുക്കാണ് ഈ ഒരു വേരിയന്റ് തരുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു ബേസ് വേരിയന്റ് ആണെന്ന് മനസ്സിലാവും. കാരണം ഇൻഡിക്കേറ്റേഴ്സ് ഇതിനകത്ത് ഫെൻഡേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ടയേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനമാണ്. ഈ വേരിയന്റിന്റെ അതായത് ബേസ് വേരിയന്റ് തൊട്ട് ടോപ്പ് എൻഡ് വരെ സെയിം ടയർ സൈസ് ആണ് 215 60R16. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് അലോയ്സ് മാത്രം പർച്ചേസ് ചെയ്താൽ മതി. ഇതെന്നാലും കാണാൻ അലോയ്സ് പോലെ തോന്നിക്കുന്ന ഗൺ മെറ്റൽ ഫിനിഷിലുള്ള വീൽ കപ്പുകൾ കൊടുത്തിരിക്കുന്നു. ഹൈപ്പർ സ്റ്റൈൽ വീൽസ് ആണ്. നിങ്ങൾ 1.2 പെട്രോൾ എഞ്ചിനാണ് നോക്കുന്നതെങ്കിൽ 15 ഇഞ്ച് വീൽസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കുകളുമാണ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫെൻഡേഴ്സിൽ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. വാഹനത്തിന് ചുറ്റുപുറവും നമുക്കൊരു ബ്ലാക്ക് ക്ലാഡിങ് പോകുന്നത് കാണാം. അത് ഈ ഒരു വാഹനം അല്ലെങ്കിൽ ബ്ലാക്ക് ഫിനിഷ് ആയതുകൊണ്ടാണ് നമുക്ക് എടുത്ത് കാണിക്കാത്തത്. അത് കുറച്ച് വലിപ്പം കൂടിയ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് വെന്യുവിന് വരുന്നുണ്ട്. 195 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഓവറോൾ ലെങ്ത് നോക്കുകയാണെങ്കിൽ 3995 വിഡ്ത്ത് വരുന്ന 1800 ആണ്. വീൽ ബേസ് നോക്കുകയാണെങ്കിൽ 2520 mm ആണ് വീൽ ബേസ് വരുന്നത്. അത് സെഗ്മെന്റിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് വീൽ ബേസ് എന്ന് പറയാം. മിറേഴ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ബേസ് വേരിയന്റാണ് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ബേസിക്കലി ബോഡി കളറിൽ തന്നെ കൊടുത്തിരിക്കുന്നു. താഴത്തെ പോർഷൻ നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിൽ കാണാം. ഡോർ ഹാൻഡിൽസും നമുക്ക് ആ ഒരു ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. റിക്വസ്റ്റൻസ് കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. നമ്മളുടെ B പില്ലറും C പില്ലറിന്റെ പോർഷൻസും നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. മാറ്റ് ബ്ലാക്ക് അല്ല, അതായത് ബോഡി കളറിൽ തന്നെയാണ് വരുന്നത്. സൺ റൂഫ് ഒന്നും ബേസ് വേരിയന്റിൽ വരുന്നില്ല. റൂഫ് റെയിൽസും വരുന്നില്ല. റൂഫ് റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ബാക്കിലേക്ക് നമുക്ക് ആ ഷാർഫിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. വശങ്ങളിൽ ഇവിടെ ആ ഒരു വെന്യുവിന്റെ ബാഡ്ജിങ് കാണാനായിട്ട് പറ്റും. ആ ഒരു പോർഷൻ മാത്രം ഒരു സിൽവർ ടച്ചിലാണ് വരുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ഒരു പോർഷനും കൂടി നമ്മൾ ബ്ലാക്കിലേക്ക് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി കാണാൻ നല്ല ഭംഗിയുള്ള രീതിയിലേക്ക് മാറും. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ ഒരിക്കലും ഇതൊരു ബേസ് വേരിയന്റ് നോട്ടത്തിലൊന്നും മനസ്സിലാകില്ല. ഇനി ഈ ഒരു പോർഷൻസിൽ നിങ്ങൾക്ക് മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ HX5 വേരിയന്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് കാണാനായിട്ട് പറ്റുക. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന ബാക്കിലെ വൈപ്പർ, വാഷർ, ഡീഫോഗർ ആണ്. മറ്റെല്ലാ ലുക്കും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് വരുന്നുണ്ട്. ഡിസൈൻ തന്നെ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ് വലിപ്പമുള്ള സ്പോയിലർ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ പ്ലെയിൻ ഗ്ലാസ്സുകളാണ്. ഹ്യുണ്ടായുടെ ലോഗോ. വെന്യു എന്ന് പറഞ്ഞ ബാഡ്ജിങ് അകത്ത് കാണാനായിട്ട് പറ്റും. കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ഈ വേരിയന്റിൽ വരുന്നില്ല. അത് HX6 വേരിയന്റ് തൊട്ടിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടെയിൽ ലൈറ്റ് ഫുൾ LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇതാണ് ടെയിൽ ലൈറ്റ്. ഇത് 3 സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ ചെയ്യും. ടർബോ എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. ബേസ് വേരിയന്റ് തൊട്ട് നമുക്കിവിടെ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. റിവേഴ്സ് ലൈറ്റ് ഇവിടെ താഴെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എടുത്തു പറയത്തക്ക വേറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ ബാക്കിൽ നിന്ന് വരുന്നില്ല. കോർണറിലായിട്ട് നമുക്കൊരു റെഡ് ഫിനിഷിൽ റിഫ്ലക്റ്റേഴ്സും കാണാനായിട്ട് പറ്റും. ബാക്കിൽ നമുക്ക് ആ ഫ്രണ്ടിൽ കണ്ട രീതിയിൽ തന്നെയുള്ള സ്കിഡ് പ്ലേറ്റ്സ് കാണാം. അത് ആ സിൽവർ ഫിനിഷിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിങ് ബേസ് വേരിയന്റ് തൊട്ടേ വരുന്നുണ്ട്. സീറ്റ് നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 60-40 സ്പ്ലിറ്റ് സീറ്റ് ഒന്നും വരുന്നില്ല.
നമുക്ക് പാഴ്സൽ ട്രേ വരുന്നില്ല, അത് നമുക്ക് ഷോറൂമിൽ നിന്നും ആക്സസറി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. 375 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി പറയുന്നത്. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ 195 65R15 ആണ് സ്പെയർ വീലിൻ്റെ സൈസ് വരുന്നത്. അതായത് നമ്മളുടെ 1.2 പെട്രോൾ എഞ്ചിൻ ബേസ് വേരിയൻറ്റിൽ വരുന്ന വീലുകളാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇൻറ്റീരിയർ എന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്കോ സെൻസർ ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ് ഇൻറ്റീരിയർ വരുന്നത്. നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത HX5 വേരിയൻറ്റിൽ ഈ ഒരു പോർഷൻസിലെല്ലാം നമുക്കൊരു വൈറ്റ് ഫിനിഷ് കാണാനായിട്ട് പറ്റുമായിരുന്നു. ഡോർ പാഡിലേക്ക് വന്നാലും ഇവിടേക്ക് ഒരു വൈറ്റ് ഫിനിഷ് ആയിരുന്നു. അത് ചേഞ്ച് ചെയ്ത് ബേസ് വേരിയൻറ്റിൽ ഫുൾ ബ്ലാക്കിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, മിറർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ, ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നില്ല. ലോക്ക് ആൻഡ് അൺലോക്ക്. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു സിൽവർ ഫിനിഷ് തന്നെ വരുന്നുണ്ട്. സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ടൂട്ടേഴ്സ് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഈ ബേസ് വേരിയൻ്റ് ആയതുകൊണ്ട് കൊടുത്തിട്ടില്ല. സീറ്റിലെ ഫാബ്രിക് ആണെങ്കിലും ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഫ്യൂവൽ ഡോപ്പ് എഞ്ചിൻ ഇവിടെ താഴെയാണ് വരുന്നത്. ട്രാക്ഷൻ കൺട്രോൾ, ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ വാഹനത്തിൻ്റെ കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോടെ ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 ഫ്ലിപ്പ് കീസ് ആണ് കൊടുത്തിരിക്കുന്നത്. വെന്യൂ ബേസ് വേരിയന്റിന്റെ ഇന്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ അകത്ത് കയറിയെന്നാൽ ആരും പറയില്ല ഇതൊരു ബേസ് വേരിയന്റ് ആണെന്ന്. മറ്റ് പല മാനുഫാക്ചേഴ്സിന്റെ മിഡ് വേരിയന്റ് അല്ലെങ്കിൽ ടോപ്പ് എൻഡിന് താഴെ നിൽക്കുന്ന വേരിയന്റുകളുടെ അത്രയും ഫീച്ചേഴ്സ് ഈ ഒരു ബേസ് വേരിയന്റിൽ തന്നെ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ നിങ്ങൾ വാഹനം നോക്കുന്നുണ്ടെങ്കിൽ വെന്യൂ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യണം എന്ന്. ഇനി ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിലൊക്കെ കാണുന്ന സിമിലർ സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ആ 4 ഡോട്ടുള്ള സ്റ്റിയറിംഗ് വീല് മൾട്ടി ഫംഗ്ഷണൽ ആണ്. സ്റ്റിയറിംഗ് നമുക്ക് ടിൽറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ടെലസ്കോപ്പിക് ഒരു വേരിയന്റിലും വരുന്നില്ല. ഇടത് വശമായിട്ട് നമുക്ക് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാൻ ഓപ്ഷൻ, വലതുവശം മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും ആണ് വരുന്നത്. ഇടതുവശം വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശം ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. ഓട്ടോ വൈപ്പർ, ഓട്ടോ ഹെഡ്ലൈറ്റ് ഒന്നും ബേസ് വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടോപ്പ് എൻഡിന് തൊട്ട് താഴെ നിൽക്കുന്ന വേരിയന്റിൽ വരെ ഈ സെയിം ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. ഫുള്ളി ഡിജിറ്റലാണ്. സ്പീഡോമീറ്ററും RPM അനലോഗായിട്ട് മീൻസ് ഡിജിറ്റലായിട്ട് കൊടുത്തിരിക്കുന്നു. അതിന് നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. TPMS പോലെയുള്ള ഫീച്ചേഴ്സ് നമുക്ക് ബേസ് വേരിയന്റ് തൊട്ടേ കാണാനായിട്ട് പറ്റും. അപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് ഒരു ടോപ്പ് എൻഡിന് താഴെ നിൽക്കുന്ന വേരിയന്റ് വരെ നിങ്ങൾക്ക് കിട്ടുന്നത് ഈ സിമിലർ ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ്. സെൻട്രലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 12 ഇഞ്ചിൻ ഇൻഫർടൈൻമെന്റ് സ്ക്രീൻ കാണാം. അതും ബേസ് വേരിയന്റിൽ നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്ന സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റിയിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. 4 സ്പീക്കറാണ് ഇതിനകത്ത് വരുന്നത്. ട്യൂട്ടർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഈ വേരിയന്റിൽ നമുക്ക് റിവേഴ്സ് ക്യാമറ ഉൾപ്പെടുത്തിയിട്ടില്ല. സെൻസേഴ്സ് മാത്രമേ വരുന്നുള്ളൂ. സെൻസേഴ്സ് നമുക്ക് ഈ ഒരു സ്ക്രീനിൽ ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. സെൻസേഴ്സ് വേണമെങ്കിൽ അല്ലെങ്കിൽ ക്യാമറ നമുക്ക് ഷോറൂമിൽ നിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാവുന്നതാണ്. താഴേക്ക് വന്ന AC വെൻസിനകത്തെല്ലാം ഒരു ക്രോം ടച്ച് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് മാനുവൽ AC കൺട്രോൾസ് ആണ് വരുന്നത്. ഈ കാണുന്ന ബട്ടണുകളെല്ലാം നമ്മുടെ മീഡിയ മീൻസ് ഇൻഫർടൈൻമെന്റ് സ്ക്രീനിന്റെ ബട്ടണുകളാണ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വയർലെസ് ചാർജിംഗ് എന്ന് പറയുന്നത് പ്ലെയിൻ ആയിട്ടുള്ള ഒരു ഫോൺ കീപ്പ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് 2 Type C ചാർജിംഗ് പോർട്ടുകൾ, ഒന്ന് Type C അല്ലെങ്കിൽ നമുക്ക് മറ്റേ USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പാകത്തിനുള്ളത് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു 12 വോട്ടിൻ്റെ ചാർജിംഗ് പോർട്ടും കാണാം. 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സ് ആണ് ടർബോയിൽ കൊടുത്തിരിക്കുന്നത്. അത് ബേസ് വേരിയന്റ് തൊട്ടേ കാണാൻ നല്ല ലുക്കുള്ള രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സെന്റർ ആംറെസ്റ്റ് വരുന്നില്ല. നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സ് കാണാം. ഹാൻഡ് ബ്രേക്ക് കൊടുത്തിരിക്കുന്നു. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന സീറ്റുകളാണ്. സീറ്റിന്റെ കളർ ആണെങ്കിൽ നമുക്ക് ആ ബ്ലാക്ക് ഫിനിഷിൽ തന്നെ കാണാം. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും വരുന്നില്ല. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ, കോ ഡ്രൈവേഴ്സുകൾ, സൺവൈസേഴ്സ് വരുന്നു. മിറർ വരുന്നില്ല. റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ ഡിമ്മിംഗ് ഉള്ള IRVMs കൊടുത്തിരിക്കുന്നു. ഡ്രൈവർ സൈഡിൽ സൺവൈസേഴ്സ് വിത്ത് ജസ്റ്റ് ടിക്കറ്റ് ഹോൾഡർ കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ഇവിടെ എല്ലാം നമുക്ക് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് പോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് ഒരു ബേസ് വേരിയന്റിൽ കൊടുക്കാമെന്ന് നമുക്ക് ഹ്യുണ്ടായി ഇപ്പോൾ മനസ്സിലാക്കി തന്നു. ബാക്ക് യാത്രക്കാരെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമാണ്. നമുക്ക് ഡോർ പാഡ്സ് എല്ലാം ഫുൾ ബ്ലാക്ക് ഫിനിഷിലാണ്. സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല. ഹാർഡ് പ്ലാസ്റ്റിക്സ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസ് നമുക്ക് സിൽവർ ഫിനിഷിൽ കാണാം. അകത്തേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് AC വെൻസ് ബാക്കിലേക്ക് ബേസ് വേരിയന്റ് തൊട്ടേ കൊടുത്തിട്ടുണ്ട്. 2 Type C ചാർജിങ് പോർട്ടുകൾ വരുന്നുണ്ട്. ഫിക്സഡ് ഹെഡ് റെസ്റ്റോട് കൂടിയ ബാക്ക് സീറ്റുകളാണ്. സെൻറ്റർ ആംറെസ്റ്റ് ഒന്നും വരുന്നില്ല. സെൻറ്റർ പാസഞ്ചറിന് ഹെഡ് റെസ്റ്റും ഉൾപ്പെടുത്തിയിട്ടില്ല. സീറ്റ് ബെൽറ്റ് ഉപയോഗിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാനുള്ള സ്പേസും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറിയിരിക്കുകയാണെങ്കിൽ ഫ്രണ്ട് സീറ്റ് എൻ്റെ ഹൈറ്റ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം കാണാം. കാലെല്ലാം അകത്ത് കയറ്റി വെച്ച് സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നല്ല തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് വരുന്നത്.
ഹെഡ് റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 14 സെന്റിമീറ്റർ ഹെഡ് റൂം ബാലൻസ് കാണാം. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ടിരിക്കാനായിട്ട് പറ്റും. ബാക്കിലേക്ക് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ വിത്ത് ഹുക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ അത് ഹാലജനായിട്ട് കൊടുത്തിരിക്കുന്നു. പഴയ വെന്യൂവിൽ പലർക്കും ഉണ്ടായിരുന്ന ഒരു കൺസേൺ ആയിരുന്നു ബാക്ക് സ്പേസ് സീറ്റിൽ സ്പേസ് ഇല്ല, കാല് മുട്ടും, അങ്ങനെ കുറേ കൺസേൺസ് പലരും വീഡിയോയിൽ കമന്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം പുതിയ വെന്യൂവിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ സെഗ്മെന്റിലെ തന്നെ ഏറ്റവും കൂടുതൽ വീൽ ബേസ് ഉള്ള ഒരു വാഹനമാണ്. ആ വീൽ ബേസിന്റെ ഗുണം വാഹനത്തിന്റെ ഇന്റീരിയറിലേക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. വെന്യൂ ബേസ് വേരിയന്റിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ബേസ് വേരിയന്റ് തൊട്ടേ നമുക്ക് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട്. ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, TPMS പോലെയുള്ള ഫീച്ചേഴ്സ് ബേസ് വേരിയന്റിലും വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഡാസ് ലെവൽ 2 പോലെയുള്ള ഫീച്ചേഴ്സ്, പിന്നെ അത് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സ് എല്ലാം ലഭിക്കും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് വന്നാൽ അവിടെയാണ് ഇത്തവണ വെന്യൂ സ്കോർ ചെയ്യുന്നത്. കാരണം നമുക്ക് ബേസ് വേരിയന്റിൽ തന്നെ ഡീസൽ അവൈലബിൾ ആണ്, നമ്മുടെ ടർബോ പെട്രോൾ അവൈലബിൾ ആണ്, 1.2 പെട്രോൾ അവൈലബിൾ ആണ്. ഈ വാഹനങ്ങളുടെ വേരിയന്റുകൾ തമ്മിൽ ഏകദേശം 1 ലക്ഷം രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. അതായത് ഓരോ എഞ്ചിൻ ഓപ്ഷനുകൾ തമ്മിൽ ഓരോ ലക്ഷം രൂപയുടെ ഡിഫറൻസേ വരുന്നുള്ളൂ. ഇപ്പോൾ 1.2 പെട്രോൾ എഞ്ചിൻ ട്രയൽ ആൻഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. നമ്മുടെ i20ലും i20ലും എക്സ്ട്രയിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം എഞ്ചിൻ വിത്ത് 5 സ്പീഡ് മാനുവൽ മാത്രമാണ് വരുന്നത്. 17 കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് 17-18 റിയൽ ലൈഫിൽ ഒരു 14-15 ആവറേജ് എക്സ്പെക്ട് ചെയ്യാം. 83 PS ആണ് അതിന്റെ പവർ വരുന്നത്. ടർബോയിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1.5 ലിറ്റർ ടർബോ ഡീസൽ എഞ്ചിൻ വരുന്നുണ്ട്. നമ്മളുടെ ക്രെറ്റയിലൊക്കെ കാണുന്ന സെയിം എഞ്ചിനാണ്. ആ ഒരു എഞ്ചിൻ ഈ വാഹനത്തിലേക്ക് വരുമ്പോൾ ഇതിന് അപാര പവറാണ്. 250 Nm ടോർക്കൊക്കെയാണ് കിട്ടുന്നത്. നല്ല രസമാണ് ഓടിച്ചുകൊണ്ട് കിടക്കാനായിട്ട്. പക്ഷേ ഈ വേരിയന്റിൽ അതിൽ മാനുവൽ മാത്രമേ വരുന്നുള്ളൂ, ഓട്ടോമാറ്റിക് ഒന്നും വരുന്നില്ല. കമ്പനി 20+ ഒക്കെയാണ് മൈലേജ് പറയുന്നത്. റിയൽ ലൈഫിൽ നമുക്കൊരു 18-20 ഇടയ്ക്ക് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ നമുക്കുള്ളത് നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടർബോ പെട്രോൾ എഞ്ചിനാണ്. ഇത് 1 ലിറ്റർ 3 സിലിണ്ടർ ടർബോ പെട്രോളാണ്. നമുക്ക് 120 HP അടുത്താണ് പവർ തരുന്നത്. 172 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഒരു എഞ്ചിനാണ്. ഈ എഞ്ചിന് 1.2നേക്കാളും കൂടുതൽ മൈലേജ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. 20.1 മൈലേജ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ മൈലേജും വേണം പവറും വേണ്ട ആൾക്കാർക്ക് തീർച്ചയായിട്ടും നമ്മുടെ ടർബോ പെട്രോൾ എഞ്ചിൻ എടുക്കാനായിട്ട് പറ്റും. പഴയ വെന്യൂവിൽ ബേസ് വേരിയന്റിലും ഒന്നും നമുക്ക് ടർബോ പെട്രോൾ അവൈലബിൾ ആയിരുന്നില്ല. പക്ഷേ പുതിയ അപ്ഡേറ്റ് വന്നപ്പോൾ ബേസ് വേരിയന്റ് തൊട്ടേ അത് ലഭിക്കുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ മാത്രം, ഓട്ടോമാറ്റിക് ഒന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. വെന്യൂവിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ നമുക്ക് ബേസ് വേരിയന്റ് ആയ HX2 നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന 1.2 പെട്രോൾ എഞ്ചിനുള്ള വാഹനത്തിന് എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 7,89,000 രൂപയാണ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 9,25,000 രൂപ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന 1 ലിറ്റർ ടർബോയ്ക്ക് 8,79 ഓൺ റോഡ് പ്രൈസ് വരുന്നത്. എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 10,23,000 രൂപ. അതായത് 1.2 പെട്രോൾ എഞ്ചിനേക്കാളും കറക്റ്റ് 1 ലക്ഷം രൂപ കൂടുതൽ കൊടുത്താൽ നിങ്ങൾക്ക് ടർബോ പെട്രോൾ എഞ്ചിൻ വാങ്ങാനായിട്ട് പറ്റും. ഇനി ഡീസലും വരുന്നുണ്ട് ബേസ് വേരിയന്റിൽ. 9,69,000 രൂപയാണ് അതിൻ്റെ ഷോറൂം പ്രൈസ്. ഓൺ റോഡിലേക്ക് വരുമ്പോൾ 11,33,000 രൂപ. ടർബോ പെട്രോൾ എഞ്ചിനേക്കാളും കറക്റ്റ് 1 ലക്ഷം രൂപയുടെ അടുത്ത് കൂടുതലാണ്. 1,10,000 രൂപയുടെ അടുത്ത് കൂടുതലാണ് ഡീസലിന്. അപ്പോൾ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ടുള്ള വാഹനം വേണം, നല്ല മൈലേജ് വേണം, ഓടിക്കാൻ നല്ല രസമുള്ള ഒരു വണ്ടി വേണമെങ്കിൽ ഡീസലിലേക്ക് പോവാം. ടർബോ പെട്രോൾ എഞ്ചിനും മോശമൊന്നുമല്ല. ഏകദേശം നല്ല രീതിയിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് തരുന്നത് ടർബോ പെട്രോൾ എഞ്ചിനും മൈലേജ് ലഭിക്കും. നമ്മൾ ഇപ്പോൾ പവറുള്ള വണ്ടിയാണ്, നമുക്ക് കാല് കൊടുത്ത് ഓടിക്കാനായിട്ടുള്ള ഒരു ശീലമൊക്കെ ഉണ്ടെങ്കിൽ മൈലേജ് അതിനനുസരിച്ച് ഡ്രോപ്പ് ആവും. 1.2 എൻ്റെ അഭിപ്രായത്തിൽ ഇത്രയും വെയിറ്റ് ഉള്ള ഇത്രയും ഹെവി ആയിട്ടുള്ള വാഹനത്തിന് കുറച്ച് അണ്ടർ പവേർഡ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ 1.2 ഓട്ടോമാറ്റിക് ഒന്നും തന്നെ വരുന്നില്ല, ആകപ്പാടെ മാനുവൽ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ വെന്യൂ എടുക്കാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടർബോ തന്നെയാണ് എടുക്കേണ്ടത്. കാര്യം 10,23,000 രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള നിങ്ങൾ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ഫിനിഷുള്ള ടർബോ പെട്രോൾ എഞ്ചിനുള്ള വാഹനം നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. 1.2ലേക്ക് പോയി കഴിഞ്ഞാൽ ഫീച്ചേഴ്സിനും കുറേ മാറ്റമുണ്ട്. ഇപ്പോൾ എക്സ്റ്റീരിയറിലാണെങ്കിൽ നിങ്ങൾക്ക് 15 ഇഞ്ച് വീൽസാണ് വരുള്ളൂ. ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് 16 ഇഞ്ച് വീൽസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ വീലൊന്ന് അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ പോലും നിങ്ങൾ ഒരു 50,000 രൂപ എടുത്ത് അഡീഷണലി മുടക്കണം. കാര്യം വീല് മാറ്റുമ്പോൾ അതിൻ്റെ ടയറും കാര്യങ്ങളെല്ലാം മാറ്റേണ്ടി വരും. അപ്പോൾ അത് വെച്ച് ഒക്കെ നോക്കുമ്പോൾ ടർബോ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ ആയിരിക്കും എന്തുകൊണ്ടും നല്ലത്. ഒരേ ഒരു പ്രശ്നം ഇതിനകത്ത് ഓട്ടോമാറ്റിക് വരുന്നില്ല, മാനുവൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ ആദ്യം പറഞ്ഞ പോലെ 10 ലക്ഷം രൂപ ബഡ്ജറ്റിൽ നിങ്ങൾ ഏത് മാനുഫാക്ചറിന്റെ ഏത് വാഹനം നോക്കുന്നുണ്ടെങ്കിലും വെന്യൂവിന്റെ ബേസ് വേരിയന്റും കൂടി ഒന്ന് വന്ന് നോക്കുക. വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ഡ്രൈവിന്റെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. അപ്പോൾ 10 ലക്ഷം രൂപ താഴെ ബഡ്ജറ്റിൽ ഇപ്പോൾ ഇന്ത്യയിൽ കിട്ടുന്ന വൺ ഓഫ് ദ ഫീച്ചറിസ്റ്റിക് ബേസ് വേരിയന്റ് കാറും പവർഫുൾ ആയിട്ടുള്ള ഒരു ബേസ് വേരിയന്റ് കാറും വെന്യൂവിന്റെ ഈ HX2 വേരിയന്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹ്യുണ്ടൈ റിലേറ്റഡുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മൂവാറ്റുപുഴയിലുള്ള പോപ്പുലർ ഹ്യുണ്ടൈയുടെ നമ്പർ കൊടുക്കാം. വെന്യൂവിന്റെ പുതിയ പല വേരിയന്റുകൾക്കും ചെറിയൊരു ഡിലേ ഉണ്ട്. പക്ഷേ എന്നാൽ ടർബോ പെട്രോൾ എഞ്ചിനുള്ള പല വാഹനങ്ങളും റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. പുതിയ വെന്യൂ നോക്കുന്നുണ്ട്, എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം.
അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.